പാടും കുളിരായി വന്നതാരു ഇവളോ തെന്നലായി തണലായി ഇനിയാരോ ഇവളോ അറിയാതെ. ചേട്ടാ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു സോ മച്ച്. ടിവിയിൽ മാത്രം കണ്ടിരിക്കുന്ന വേദിയാണ്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതില്. ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഇരിക്കുകയാണ്. അതെ, ഇന്നലെ കൂടെ കണ്ടുള്ളൂ. ഇന്നലെ കൂടെ കണ്ടോളൂ. ഓ, ബൈസൈക്കിൾ തീവ്സ് മുതലേ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങളുടെ? അതോ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തോ അതോ അപ്പോഴായിരുന്നു? ബൈസൈക്കിൾ ദിവസം മുതലാണ്. ഓക്കെ. ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര, ഒരു 6? അല്ല, ബൈസൈക്കിൾ ദിവസം ഇറങ്ങിയിട്ട് 12 വർഷം. ഓക്കെ. 2013 ബൈസൈക്കിൾ ദിവസ്. പിന്നെ സൺഡേ അതിനുശേഷം സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും. പിന്നെ അല്ല, ഇന്നലെ വരെ ഉണ്ട്, കോവിഡ് ടൈമിൽ ചെയ്തത്. പിന്നെ തലവനാണ് ലേറ്റസ്റ്റ്. യെസ്. ഓക്കെ, പറയൂ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയൂ. എങ്ങനെയാണ് ആസിഫ് അലി എന്നുള്ള ഒരു ഫ്രണ്ട്? ആസിഫ് അലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇവിടെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത പോലെ തന്നെയാണ്, ആസിഫിന് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇത് ആസിഫ് അവർക്കൊന്നും ഒരു പോറൽ ഏൽപ്പിക്കാതെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഒരുപാട് ഒരു സുഹൃത്തിന്റെ അടുത്ത് പോലും ഒരു സിനിമാ നടൻ, സിനിമാ താരം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ആസിഫ് ഇല്ല. എല്ലാം അത് സെറ്റിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സുഹൃത്താണ്. കട്ട് പറഞ്ഞ ആള് മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ ആസിഫിന്റെ ഒപ്പം എനിക്ക് പേഴ്സണലി ഒത്തിരി സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആസിഫ് ഭയങ്കര ഫുഡ് ലവർ ആണ്. ഞാൻ അത്രയും വലിയൊരു ഫുഡ് ലവർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ആസിഫിന്റെ കൂടെ പോയി എനിക്കിപ്പോ അറിയാം എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടും, എന്തോ ഓർഡർ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട് ആസിഫുമായിട്ട്. ജിസ് ജോയ് എന്ന് പറയുന്ന ഫ്രണ്ടിനെ കുറിച്ച് എന്താണ് ആസിഫിക്ക് പറയാനുള്ളത്? എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ ജിസ് ഏതൊരാവശ്യത്തിനും എന്തൊരാവശ്യത്തിനും എന്റെ ഫസ്റ്റ് കോള് ജിസിനായിരിക്കും. ഒരു അഭിപ്രായം ചോദിക്കാനാണെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിലും ഒക്കെ എപ്പോഴും വളരെ മെച്ചുവേർഡ്. എനിക്കുണ്ടായിരുന്ന ഒരു കുറവ് മെച്യൂരിറ്റി ആയിരുന്നു. അപ്പൊ അത് എനിക്ക് എന്റെ കൂടെ നിന്ന് കറക്റ്റ് ചെയ്ത് തന്ന ഒരാളാണ് ജിസ്. പിന്നെ 12 വർഷം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ പാറു, 8 വർഷം കഴിഞ്ഞ ഒരു കൂട്ടുകാരെ തലയിലാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത് ഓൾറെഡി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലായി കഴിഞ്ഞു. ഓക്കെ.